ഹലോ സ്റ്റുഡൻസ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. നമ്മൾ നേരത്തെ പഠിച്ചു സിഗ്നൽസിനെ രണ്ടായിട്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് ടൈമോ ഡിസ്ക്രീറ്റ് ടൈമോ. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസിനെയും ഡിസ്ക്രീറ്റിനെയും അഗൈൻ ക്ലാസിഫൈഡ് ഇത്രയാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ ഓരോന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ആണ് എന്ത്, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽ. ഓക്കെ, അപ്പോൾ അതിൽ ഈ സിഗ്നൽസിനെ ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടും റാൻഡമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഡിറ്റർമിൻ ചെയ്യണം, അതിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് ആ സിഗ്നൽ കണ്ടാൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേരാണത് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഫംഗ്ഷൻ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് കുറേ ഒരു വാല്യൂ, ഇത് ഇപ്പോൾ ടൈം ആണെങ്കിൽ ഒരു ടൈം 125 സെക്കൻഡ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇങ്ങനെയുള്ള സിഗ്നൽസ് എന്ന് പറയാം ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അത് റാൻഡം സിഗ്നൽ. നമുക്ക് ഇപ്പോൾ ഓക്കെ, ഇതിപ്പോൾ ഒരു ടി ടു 2 സെക്കൻഡ്, ഒരു ടി ടു 100 സെക്കൻഡ് ആയാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്തെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അങ്ങനത്തെ സിഗ്നൽസിന് എന്ന് പറയാം റാൻഡം സിഗ്നൽസ് എന്ന് പറയാം. ഓക്കെ, ഇതേപോലെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസിന് എന്ത് പറയാം, ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസിന് എന്തുണ്ടാവും, ഒരു റെഗുലർ പാറ്റേൺ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ എന്താ ചെയ്യാം, മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ നോ അൺസർട്ടിനിറ്റി ആണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഒരു അൺസർട്ടിനിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തത്, അതിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് റാൻഡം സിഗ്നൽ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇവിടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഓഡ് ആൻഡ് ഈവൻ സിഗ്നൽ. ഓക്കെ, നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് നമുക്കൊരു സിഗ്നൽ എക്സ് ഓഫ് ടി എന്നുള്ള ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിന്റെ ടി മാറ്റിയിട്ട് അവിടെ മൈനസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയാൽ, എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് മൈനസ് ടിയും ഈക്വൽ ആയാൽ അതിനെ പറയുന്ന പേരാണത് ഈവൻ സിഗ്നൽ. ഇനി ഇപ്പോൾ ഇവിടെ എക്സ് ഓഫ് മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് മൈനസ് ഓഫ് എക്സ് ഓഫ് ടി ആണ് കിട്ടിയതെങ്കിൽ അതിനെന്ത് പറയും, ഓഡ് സിഗ്നൽ എന്ന് പറയും. സെയിം ഇൻ കേസ് ഓഫ് ഏതെങ്കിലും ഡിസ്ക്രീറ്റിൽ എന്നുള്ളടുത്ത് ഇപ്പം നമുക്കൊരു സിഗ്നൽ എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ടാവും. ആ എന്നുള്ളടുത്ത് എന്നിനെ മാറ്റിയിട്ട് മൈനസ് എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ ഇതും ഈ വാല്യൂ ഈക്വൽ ആണെങ്കിൽ അതിനെ ഈവൺ സിഗ്നൽ എന്ന് പറയും. ഓക്കെ, ഇനി ഈ എക്സ് ഓഫ് മൈനസ് എൻ ഈസ് ഇക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് എൻ ആണെങ്കിൽ അതിനെന്ത് പറയും, ഓഡ് സിഗ്നൽ എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കണം. ഞാൻ ഇപ്പോൾ എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി ആയിരുന്നു, ഇതായിരുന്നു നമുക്ക് തന്ന ഒരു ഫംഗ്ഷൻ. ഞാനിവിടെ ടി മാറ്റിയിട്ട് ഇവിടുത്തെ ടി മാറ്റിയിട്ട് എക്സ് ടിയിലോട്ട് എല്ലായിടത്തും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, മൈനസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മൈനസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു ദ മൈനസ് ഓഫ് ഈ ടി എന്ന് എക്സ് ഓഫ് ടി, മൈനസ് ഓഫ് എക്സ് ഓഫ് ടി എന്നാണ് കിട്ടിയത്. അപ്പോൾ എക്സ് ഓഫ് മൈനസ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഏത് കണ്ടീഷനാണ്, ഓഡാണോ ഈവൻ ആണോ? ഓക്കെ, എക്സ് ഓഫ് മൈനസ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് ടി. അപ്പോൾ ഇത് ഏത് സിഗ്നലാണ്, ഓഡ് സിഗ്നലാണ്. സെയിം മോഡൽ. ഇപ്പോൾ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ആയിരുന്നു. ഓക്കെ, ടി സ്ക്വയർ ആയിരുന്നു. ഞാൻ ടിയിലോട്ട് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, മൈനസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ മൈനസ് ടി എന്ന് കിട്ടി. മൈനസ് ടീൻ്റെ സ്ക്വയർ എന്തായാലും വരിക, ടി സ്ക്വയർ വരും. അപ്പോൾ എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് മൈനസ് ടി എന്തായി, ഈക്വലായി. ഇതിനെ ഈവൺ സിഗ്നൽ എന്ന് പറയും. ഓക്കെ, ഇതാണ് ഈവണും ഓഡ് സിഗ്നൽ. നമുക്കിപ്പോൾ ഇനി ഒരു ഗ്രാഫിക്കലി ഒരു സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ, ഈവൺ സിഗ്നൽ ആണെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് കാരം ഇവിടെ ഉണ്ടാകുക. ഓക്കെ, ഇതിൻ്റെ മിറർ ഇമേജ് കാരം ഇവിടെ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ അത് ഈവൺ ആണെങ്കിൽ അതിന് മിററായിട്ട് ഇവിടെ എന്തുണ്ടാവും, അതേപോലെ ഒരു സിഗ്നൽ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതിന് മിററായിട്ട് ഇവിടെ എന്തുണ്ടാവുക, ഒരു സിഗ്നൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം തമ്മിൽ ഒരേപോലെ, ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും തമ്മിൽ സിമിലർ ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണത് ഈവൺ സിഗ്നൽസ് എന്ന് പറയും. ഓക്കെ, ഈവൺ സിഗ്നൽസ് എന്ന് പറയും.
ഇനി നേരെ തിരിച്ച് ഇവിടെ ഒരു സിഗ്നൽ, അതിന് മിററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓക്കെ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ഈ 1ഉം ഫസ്റ്റ് ക്വാർട്ടറിനും തേർഡ് ക്വാർട്ടറിനും തമ്മിലാണ് സിമിലർ എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓഡ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ 1ഉം 3 അല്ലെങ്കിൽ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, അതിന് സിമിലർ ആയിട്ട് ഇവിടെയും ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതിന് പറയാൻ പേരാണ് ഓഡ് സിഗ്നൽ. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിനും തേർഡ് ക്വാർട്ടറിനും സിഗ്നൽ ഒരേപോലെ ആണെങ്കിൽ, ഗ്രാഫ് ഒരേപോലെ ആണെങ്കിൽ അതിന് ഓഡ് സിഗ്നൽ, അല്ലെങ്കിൽ 4th or 2. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഓഡ് ഏതൊക്കെയാണ് ഈവൺ ഏതൊക്കെയാണ് മനസ്സിലാക്കി വെക്കുക, നോക്കി വെക്കുക. അപ്പോൾ ഇതിൽ ഈ സിഗ്നൽ നോക്കുമ്പോൾ ഇതിൻ്റെ മിററായിട്ടാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ മിററാണ് ഇവിടെ ഉള്ളത്, ഇതിൻ്റെ മിററാണ് ഇങ്ങോട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സിഗ്നൽ ഏത് സിഗ്നലായി? ഇതിന് ഈവൺ സിഗ്നൽ പറയും. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴോ ഇത് ഡിസ്ക്രീറ്റ് കാര്യമാണ്. ഡിസ്ക്രീറ്റിലെ ഒറിജിനൽ വിത്ത് റെസ്പെക്ട് ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ 1ത്തും -1ത്തും വാല്യൂസ് എന്താണ് സെയിം ആണ്, 2ത്തെയും -2ത്തെ വാല്യൂ സെയിം ആണ്, 3ത്തെയും -3ത്തെയും വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് സിഗ്നലാണ്? ഈവൺ സിഗ്നലാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1ത്തെയും -1ത്തെയും വാല്യൂസ് മൈനസ് വ്യത്യാസമുണ്ട്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ -1 ആണ്, 2ത്തെയും -2ത്തെയും വാല്യൂസ് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ -1, 3ത്തേത് 2 ആണ്, -3ത്തെ -2 ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാർട്ടറിനും തേർഡ് ക്വാർട്ടറിനും ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സിഗ്നലായി? ഇതിന് നമുക്ക് ഓഡ് സിഗ്നൽ എന്ന് പറയാം. ഇവിടെ നോക്കുകയാണെങ്കിലോ ഇത് 4th ക്വാർട്ടറിലാണ്, ഇത് 2nd ക്വാർട്ടറിലാണ്. ഇതും തമ്മിലാണെങ്കിൽ ഓഡ് ഈവൺ എന്ന് പറയുള്ളൂ. ഓക്കെ, ഇത് ഏത് സിഗ്നലാണ്? ഇതിന് ഓഡ് സിഗ്നൽ എന്ന് പറയും. ഈ സിഗ്നലോ ഇത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ മിററാണോ ഇവിടെ ഉള്ളത്? അല്ല, മിറർ എടുത്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്തു. ഓക്കെ, മിറർ ഇങ്ങോട്ട് എടുത്താൽ മിറർ ഇങ്ങനെയൊക്കെ കിട്ടുക, അതിൻ്റെ റിവേഴ്സ് എടുത്താലാണ് ഈ സിഗ്നൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിന് ഓഡ് സിഗ്നൽ എന്ന് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്കിപ്പോൾ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ആ സിഗ്നലിൽ ഏതൊക്കെ ഈവൺ സിഗ്നലും ഓഡ് സിഗ്നലും അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സിഗ്നൽ തന്നിട്ട് അതിന് ഈവൺ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഓഡ് കണ്ടുപിടിക്കാനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസിൽ ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു സിഗ്നലും ഈവൺ സിഗ്നലായിട്ടും ഓഡ് സിഗ്നലാക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഇക്വേഷൻ ഞാൻ എന്തെടുത്തു? ഇക്വേഷൻ നമ്പർ 1 എന്നാക്കിയിട്ട് എടുത്തു. ഇതിൽ ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? റീപ്ലേസ് ടി ബൈ -t. ഈ ടിയിലോട്ടൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് -t. ഈ ടിയിലോട്ട് -t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ഓഫ് -t. ഈ ടിയിലോട്ട് -t. എക്സ് ഓഫ് -t. ഓക്കെ, ഇതെന്ത് സിഗ്നലാണ്? ഒരു ഈവൺ സിഗ്നലാണ്. ഇത് ഒരു ഓഡ് സിഗ്നലാണ്. നമുക്കറിയാം എന്ത്, ഒരു ഈവൺ സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് -t എന്നേക്കാരം വരിക, എക്സ് ഓഫ് ടി എന്നേക്കാരം വരിക. അതേപോലെ ഒരു ഓഡ് സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് -t ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? -(x(t) എന്നാക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മുടെ നേരത്തെ ജനറൽ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ എക്സ് ഓഫ് -t ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? എക്സ് ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ഓഫ് ടി, ഈ -t ഇതിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ വാല്യൂ ഞാൻ എന്ത് ചെയ്യണം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, -(x(t). ഓക്കെ, അതിനെ ഞാൻ എന്തെടുത്തു? ഇക്വേഷൻ 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ടി ഇസിക്വൽ ടു ഈ വാല്യൂ, എക്സ് ഓഫ് -t ഇസിക്വൽ ടു ഈ വാല്യൂ കിട്ടി. ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഇക്വേഷൻ 1 + 2 ആണ് ചെയ്യുന്നത്. ഇക്വേഷൻ 1ഉം ഈ 2ഉം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ LHS എക്സ് ഇവിടെ എക്സ് ഓഫ് ടി ആണ്, ഇവിടെ എക്സ് ഓഫ് -t ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്താ കിട്ടുക? എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് -t ഈക്വൽ ടു, ഇവിടെ ഒരു എക്സ് ഓഫ് ടി ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഓഫ് ടി ഉണ്ട്, എക്സ് ഓഫ് ടി ഉണ്ട്. ഇത് രണ്ടും കൂടി എഴുതുമ്പോൾ 2 × എക്സ് ഓഫ് ടി. ഇവിടെ ഒരു പ്ലസ് എക്സ് ഓഫ് ടി ആണ്, ഇവിടെ -(x of t) ആണ്. ഇത് രണ്ടും കൂടി എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഓക്കെ, അത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സ് ഓഫ് ടി എന്തേക്കാരം വരിക? 1/2 × ഈ 2 ഇങ്ങോട്ട് വരും, എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് -t എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യാം. ഇക്വേഷൻ 1 - 2 ചെയ്യാം. എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് -t. ഓക്കെ,
അപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. ഇവിടെ എക്സ് സി ഓഫ് ടി ഉണ്ട്, ഇവിടെ എക്സ് സി ഓഫ് ടി ഉണ്ട്. അത് രണ്ടും കൂടി എന്ത് പോകും? ക്യാൻസൽ ആയി പോകും. ഇവിടെ എക്സ് ഓഫ് ടി ഉണ്ട്, ഇവിടെ മൈനസ് ഓഫ് എക്സ് ഓഫ് ടി ഉണ്ട്. ഇതേ മൈനസ് ഇത് വരുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എക്സ് ഓഫ് ടി എന്ത് വരും? 1/2 എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി എന്നുള്ള വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നലിന് നമുക്ക് ഒരു സിഗ്നൽ തന്നിട്ട് നമുക്ക് അതിൻ്റെ ഈവൺ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ടി ഇപ്പോൾ എക്സ് ഓഫ് ടി കരുതുന്നുണ്ടെങ്കിൽ അത് ടിയുടെ അടുത്ത് മൈനസ് ടി സബ്ജക്ട് ചെയ്യുക. ആ രണ്ട് സിഗ്നലും കൂടി ആഡ് ചെയ്യുക, അതേ ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഇനി ഈവൺ കാണാൻ പറഞ്ഞാലോ എക്സ് ഓഫ് ടി ഉള്ളിടത്ത് എക്സ് ഓഫ് ടി എന്നുണ്ടാവും, അതിൻ്റെ അവിടെ ടിയിലോട്ട് എക്സ് ഓഫ് മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ എക്സ് ഓഫ് ടി അത് മൈനസ് ചെയ്യുക, അതേ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇതേപോലെ തന്നെ ഏതിനും ഉണ്ടാവും? ഡിസ്ക്രീറ്റിനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റിന് എന്തൊക്കെ വരിക? എക്സ് സി ഓഫ് എൻ ഇസിക്കൽ ടു എന്ത് വരും? 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് മൈനസ് എൻ. എക്സ് ഓഫ് എന്നിനോ 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് മൈനസ് എൻ. ഓക്കെ ആണല്ലോ? ഈ 4 ഇക്വേഷൻസ് ഒന്ന് എഴുതിയിട്ട് ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, 5 ഈവൺ ആൻഡ് ഓഡ് കമ്പോണൻസ് ഇത്രയും. ഓക്കെ, ഈ ബ്ലാക്കിൽ ഞാൻ ചെയ്യാം, ബ്ലൂവിൽ എഴുതിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ജനറൽ ഡെഫിനിഷൻ നോക്കുക. അപ്പോൾ ഈവൺ ഫംഗ്ഷൻ ആണുള്ളത് എക്സ് സി ഓഫ് ടി ആണെങ്കിൽ അതിൻ്റെ 1/2 ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. അതിൻ്റെ എക്സ് ഓഫ് ടിൻ്റെ വാല്യൂ എന്തായിരുന്നു? e⁻j2t എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഫസ്റ്റ് എന്ത് ചെയ്യുക? ടിയിലോട്ട് മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ ടി എവിടെയുള്ളത്? ഇവിടെയുള്ളത്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? e⁻j2t എന്നായിട്ട് മാറും. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടി? ഈ രണ്ട് ഫംഗ്ഷനുണ്ട്. ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ചെയ്യുക. അപ്പോൾ എക്സ് ഓഫ് ടി ഇതാണ് e⁻j2t. എക്സ് ഓഫ് മൈനസ് ടി എന്താണ്? ഈ വാല്യൂ e⁻j2t. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കഴിഞ്ഞിട്ടില്ല, അതിനെന്ത് വേണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് ഇ ഓഫ് ടി വാല്യൂ എന്തെങ്കിലും വരാം? 1/2 ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ആണ്. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു e⁻j2t പ്ലസ് e⁻j2t. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ ഈവൺ ഫംഗ്ഷൻ. e⁻j2t പ്ലസ് e⁻j2t ഡിവൈഡഡ് ബൈ 2നെ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് ചെയ്യുക? കോസ് ടി എന്നറിയാണ്ട് കോസ് 2t എന്നറിയാണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഏത്? e⁻j⁻θ പ്ലസ് e⁻j⁻θ ഡിവൈഡഡ് ബൈ 2നെ നമുക്ക് കോസ് തീറ്റ എന്നറിയാണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ തീറ്റൻ്റെ വാല്യൂ എത്രയാണ്? 2t എന്നാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ജനറൽ ഡെഫിനിഷൻ ഉണ്ട്, അതാണ് നമ്മളൊന്ന് ഓർത്തെടുക്കുക. ഇനി നമുക്ക് അതേപോലെ എന്ത് കണ്ടുപിടിക്കണം? ഓഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ആണ്. ഓക്കെ, അപ്പോൾ 1/2 ഇവിടെ ഉണ്ട്. നമ്മുടെ എക്സ് ഓഫ് ടി ഏതാണ്? e⁻j2t മൈനസ് എക്സ് ഓഫ് മൈനസ് ടിയോ e⁻j2t എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ ഈവൺ ഫംഗ്ഷൻ. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ ഇതിന് എന്തുണ്ട്? ഒരു ജനറൽ ഡെഫിനിഷൻ ഉണ്ട്. അതായത് 1/2j ഇൻറ്റു കോസ് e⁻j⁻θ മൈനസ് e⁻j⁻θ എന്താ പറയുക? സൈൻ തീറ്റ എന്നാണ് ഒരു ഇതേപോലെ തന്നെ. അതായത് 1/2 ഇൻറ്റു e⁻j⁻θ പ്ലസ് e⁻j⁻θ കോസ് തീറ്റ എന്ന് പറയുന്ന മോഡൽ. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ മൈനസ് ആവും, ഇവിടെ ജെ ആവുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജെ ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു ജെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെന്താക്കി എഴുതാം? സൈൻ തീറ്റ എന്നാണ് കണ്ട് റെപ്രസെൻറ്റ് തീറ്റയ്ക്ക് sin 2t എന്നാണ് കണ്ട് എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ്
ചെയ്യാം. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അവിടുത്തെ എക്സ് ഓഫ് ടി എന്നുള്ളത് എന്താണ്? 1 പ്ലസ് 2t പ്ലസ് 3t സ്ക്വയർ പ്ലസ് 4t ക്യൂബ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യേണ്ടി? എക്സ് ഓഫ് മൈനസ് ടി ആണ് കാണിക്കുക. ടിയുടെ അടുത്തൊക്കെ എന്ത് ചെയ്യുക? മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 1 ഇവിടെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 2t എന്ന് വരും. ഇവിടെ ടിക്ക് സ്ക്വയർ വരുമ്പോൾ മൈനസ് ടിക്ക് സ്ക്വയർ വരുമ്പോൾ വരും 3t സ്ക്വയർ പോസിറ്റീവിന് വരും. ടിയുടെ അടുത്ത് ടി ക്യൂബ് ആണെങ്കിൽ മൈനസ് ടി ക്യൂബ് വരുമ്പോൾ മൈനസ് 4t ക്യൂബ് എന്നുള്ള വാല്യൂ kan വരിക. ഇതെന്ത് ചെയ്യുക? നമുക്ക് ആദ്യം ഈവൺ ഫംഗ്ഷൻ കാണുകയാണെങ്കിൽ 1/2 ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി. ഓക്കെ, അപ്പോൾ 1/2 ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യണം. 1 പ്ലസ് 1 കൂടി ആഡ് ചെയ്താൽ 2 എന്ന് കിട്ടി. 2t മൈനസ് 2t കൂടി ആഡ് ചെയ്താൽ അതെന്തായി പോയി? 0 ആയി പോയി. 3t സ്ക്വയർ പ്ലസ് 3t സ്ക്വയർ ചെയ്താൽ 6t സ്ക്വയർ ആയി. 4t ക്യൂബും മൈനസ് 4t ക്യൂബും കൂടി ക്യാൻസൽ ആയി പോയി. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു 2 പ്ലസ് 6t സ്ക്വയർ. ഇത് നമ്മൾ ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ് 1 പ്ലസ് 3t സ്ക്വയർ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? ഈവൺ വാല്യൂ കിട്ടും. അതേപോലെ തന്നെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഓഫ് ടി ആണെങ്കിൽ 1/2 ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ഇസ്ക്വൽ ടു 1/2 ഇൻറ്റു ഇതിന് ഇത് മൈനസ് ചെയ്യാൻ. അപ്പോൾ 1 മൈനസ് 1 0 ആയി പോയി. 2t മൈനസ് മൈനസ് 2t വരുമ്പോൾ 4t ആയി. 3t സ്ക്വയർ മൈനസ് 3t സ്ക്വയർ ക്യാൻസൽ ആയി പോയി. 4t ക്യൂബ് മൈനസ് 4t ക്യൂബ് വരുമ്പോൾ പ്ലസ് 8t ക്യൂബ് ആയി. ഓക്കെ, അപ്പോൾ 1/2 എടുത്താൽ 2t പ്ലസ് 4t ക്യൂബ് എന്നുള്ള ആൻസർ. ഇതാണ് ഈ സിഗ്നൽ ചെയ്യുക. ഈ സിഗ്നലത്തെ ഓഡ് ഫംഗ്ഷൻ, ഇതാണ് ഇതിലത്തെ ഈവൺ ഫംഗ്ഷൻ. ഓക്കെ, ഈ ഇത് നിങ്ങൾ ചെയ്ത് വെക്കുക. x3 of t is equal to sin 2t plus cos 2t plus sin 2t into cos 2t. ഓക്കെ, ടിയുടെ അടുത്ത് മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ ഡിസ്ക്രീറ്റിലാണെങ്കിൽ നമുക്ക് നോക്കുക. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത x1 of n. ഓക്കെ, അപ്പോൾ ഇതാണ് ഒറിജിനത്തെ വാല്യൂ, ഇത് 1ത്തെ വാല്യൂ, ഇത് 2ത്തെ വാല്യൂ, ഇത് -1ത്തെ വാല്യൂ, -2ത്തെ വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് കാണാനുള്ളത് എന്താണ്? x1 of -n ആണ് കാണാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ എന്നിടത്ത് മൈനസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെ വരിക? ഈ 2ത്തെ വാല്യൂ ഇങ്ങോട്ട് -2 വരും. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ -4 വരും. ഒറിജിനത്തെ വാല്യൂ അത് അതേപോലെ തന്നെ നിൽക്കും. 1 ഇവിടെ വരും, -3 ഇവിടെ വരും. നമ്മുടെ ടൈം റിവേഴ്സിൽ ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, ഇതേക്കാരം ഇത് ഒറിജിനൽ. ഓക്കെ, അപ്പോൾ ഇത് -2ത്തെ വാല്യൂ, ഇത് -1ത്തെ വാല്യൂ, ഇത് 1ത്തെ വാല്യൂ, ഇത് 2ത്തെ വാല്യൂ, ഇത് ഒറിജിനത്തെ വാല്യൂ. ഓക്കെ ആണല്ലോ. അതായത് എന്താണ്? ടൈം റിവേഴ്സലാണ്. ഇവിടെ ടൈം എന്നുള്ളത് -n ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഒറിജിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ വാല്യൂസ് ഇങ്ങോട്ട് വരും, ഇവിടുത്തെ വാല്യൂസ് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ഫസ്റ്റ് ഈവൺ ഫംഗ്ഷൻ കാണാൻ രണ്ടും കൂടി ആഡ് ചെയ്യാം. എക്സ് ഇ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് മൈനസ് എൻ 1/2 ഇൻറ്റു. ഇപ്പോൾ സിഗ്നലിൻ്റെ അഡീഷൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം നോക്കുക, ഇത് നോക്കുക, -2 -2 അപ്പോൾ -2 ആണ് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് ഉള്ളത്. അപ്പോൾ ഈ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാം. -2 വാല്യൂസ് 2 പ്ലസ് -3 ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? -1 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, -1ത്തെ വാല്യൂസ് ആഡ് ചെയ്യാം. ഇവിടെയും -1ത്തെ 1 ആണ്, ഇവിടെ -4 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ -3 എന്നുള്ള വാല്യൂ കിട്ടി. ഒറിജിനത്തെ വാല്യൂ ആഡ് ചെയ്താൽ 2 + 2 4 എന്നുള്ള വാല്യൂ കിട്ടി. ഇതാണ് ഒറിജിനൽ. പിന്നെ 1ത്തെ വാല്യൂസ് ആഡ് ചെയ്താൽ 1 - 4 ആഡ് ചെയ്താൽ -3 എന്നുള്ള വാല്യൂ കിട്ടി. 2ത്തെ വാല്യൂ ആഡ് ചെയ്താൽ -3 + 2 -1 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഒരു /2 എടുക്കാണ്ട് ഇതിൻ്റെ അതിലേക്ക് എന്തെടുക്കുക? /2 എടുക്കുക. അപ്പോൾ -0.5 എന്നുള്ള വാല്യൂ കിട്ടി. ഇവിടെ -1.5, ഇവിടെ 2, ഇവിടെ എന്ത് കിട്ടി? -1.5, ഇവിടെ -0.5 എന്നുള്ള വാല്യൂ കിട്ടി. ഇതൊക്കെ അറിയാവുന്നത് ഈവൺ ഫംഗ്ഷൻ. നോക്കിയപ്പോൾ ഇത് ഈവൺ അല്ലേ എന്ന് ഒറിജിൻ അവിടെ ഉണ്ട്. ഈ -1ത്തെയും 1ത്തെയും വാല്യൂ സെയിം ആണ്. -2ത്തെയും 2ത്തെയും വാല്യൂ എന്താണ്? സെയിം ആണ്. ഇതെന്താണ്? ഈവൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ ഓഡ് കണ്ടുപിടിച്ച് വെക്കുക. ഓഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വരിക? വ്യത്യാസം എന്തെങ്കിലും വരിക? എക്സ് ഓഫ് എൻ ആണെങ്കിൽ ഇവിടെ -(x of n). ഓക്കെ, അപ്പോൾ ഇതിന്ന് ഇത് മൈനസ് ചെയ്യണം. -3 - 2 ചെയ്യുമ്പോൾ ഇവിടെ -5 എന്നുള്ള വാല്യൂ വരും. 1 -4 വരുമ്പോൾ 5 എന്നുള്ള വാല്യൂ വരും. 2 - 2 എന്ന് പറഞ്ഞാൽ ഒറിജിനത്തെ വാല്യൂ എന്തായി പോയി? 0. 1ത്തെ വയ്ക്കണമെങ്കിൽ -4 - 1 വരുമ്പോൾ -5 എന്നായി.
2 മൈനസ് -3 എന്ന് വരുമ്പോഴാണെങ്കിൽ 5 എന്നായി. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താ ചെയ്യുക, അതിൻ്റെ വെയിറ്റ് കൊടുക്കുക. ഇവിടെ -2.5, ഇവിടെ +2.5, ഒറിജിൻ ഇവിടെ 0, ഇവിടെ -2.5, ഇവിടെ 2.5. ഇത് ഓടാണെന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഒറിജിൻ ഇവിടെ ഉണ്ട്, ഇതിലത്തെ വാല്യൂ അതായത് 1ത്തെ വാല്യൂ -, ഇവിടുത്തെ എന്താണ് പ്ലസ് ആയി, ഇവിടുത്തത് പ്ലസ് ചെയ്യുന്നു, ഇവിടുത്തെ എന്തായി മൈനസ് ആയി. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഓഡ് ഫംഗ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x2 ഇതാണ് തന്നിട്ടുള്ളത്, ഇതാണ് നമ്മുടെ ഒറിജിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഒറിജിൻ്റെ വാല്യൂ, ഇത് -1ത്തെ, -2ത്തെ, -3ത്തെ, -4ത്തെ. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടി, ഇതിൻ്റെ റിവേഴ്സിലായിട്ടുണ്ട്. x2 -n ആണ് ഇട്ടാണ്ടത്. ഇതിൻ്റെ റിവേഴ്സായി, അതായത് ഇത് റെസ്പെക്ട് ഒറിജിൻ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് ഈ വാല്യൂസ് എന്ത് ചെയ്യാണ്, അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒറിജിൻ ഇവിടെ ആയിട്ട് മാറും. ഓക്കെ, ഈ -1ത്തെ വാല്യൂ എങ്ങോട്ട് പോകും, 2 + 1 പോകും. അപ്പോൾ ഇവിടെ 2 ആവും, ഇവിടെ 3 ആവും, ഇവിടെ 4 ആവും, ഇവിടെ 5 ആവും. ഇതേക്കാരം ഒറിജിൻ. ഓക്കെ, ഈ -4ത്തെ വാല്യൂ എടുക്കും 4 പോകും. ഓക്കെ, അപ്പോൾ ഇതേക്കാരം ഇത് ഒറിജിൻ, ഇത് 1ത്തെ, ഇത് 2ത്തെ, 3ത്തെ, 4ത്തെ വാല്യൂസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടി, അടുത്ത സ്റ്റെപ്പിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് /2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ xe(n) 1/2 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, -4 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. -4ൽ ഇതിൻ്റെ വാല്യൂ ഉണ്ട്, ഇവിടുത്തെ വാല്യൂ 3 0 ആണ്. അപ്പോൾ 5 + 0, ഇത് -4ത്തെ വാല്യൂസ് ഒക്കെ എന്താണ് 0 ആണ്. അപ്പോൾ -4ത്തെ വാല്യൂ ഇവിടെ 5 ആണ്, ഇവിടുത്തെ 3 0. 5 + 0 5 ആയി. -3ൽ ഇവിടെ വാല്യൂ ഇല്ല, അപ്പോൾ ഇവിടെ 4 ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ 4. പിന്നെ ഇവിടുത്തെ -2ത്തെ വാല്യൂ ഇവിടെ 3 ആണ്, ഇവിടെ 3 0 ആണ്. അപ്പോൾ ഇവിടെ 3 വന്നു, 2 വന്നു. പിന്നെ ഒറിജിനൽ ഇവിടെയും വാല്യൂ ഉണ്ട്. 1 + 1 ചെയ്താൽ 2 എന്നുള്ള വാല്യൂ. ഇതൊക്കെയാണ് ഒറിജിനത്തെ വാല്യൂ ഉണ്ടാവുക. ഇനി 1ൽ നോക്കുക, 1ൽ ഇവിടെ 0 ഇല്ല, 2, 3, 4 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ട് വാല്യൂസ്, ആഡ് ചെയ്താൽ 2, 3, 4, 5 എന്നുള്ള വാല്യൂ വരും. കഴിഞ്ഞോ, ഇല്ല, എന്തും കൂടി ചെയ്യണം, /2 കൂടി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് 5/2, 4/2 2 എന്ന് വരും, 3/2, 2/2 1 എന്ന് വരും, ഇവിടെയും 1 എന്ന് വരും. ഇതൊക്കെയാണ് ഒറിജിന്. പിന്നെ അത് 1 വരും, 3/2, 2, 5/2. ഇതൊക്കെയാണ് നമ്മുടെ വാല്യൂ. ഇത് ഓടാണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ഒറിജിനാണ്, ഒറിജിൻ്റെ പുറത്തെ വാല്യൂ 1ത്തെ -1ത്തും 1 പോസിറ്റീവ് ആണ്, ഇവിടുത്തെ പോസിറ്റീവ് ആണ്. സെയിം വാല്യൂസ്. ഓക്കെ, അതേപോലെ തന്നെ എന്തും ചെയ്തെടുക്കുക, x(n) ആണ്. അപ്പോൾ 1/2 ഇൻറ്റു x(n) - x(-n) ആണ്. ഇതേ മൈനസ് ഇതാണ്. അപ്പോൾ -4ത്തെ വാല്യൂസ് ആഡ് ചെയ്താൽ ഇതേ മൈനസ് ഇത് ചെയ്താൽ എന്താ കിട്ടുക, 5 കിട്ടുക. ഇവിടുത്തെ 0 ആണ്, ഇവിടുത്തെ 5 ആണ്. ഇതേ മൈനസ് ഇതേ -3 4 - 0 ചെയ്താൽ 4 വരും, 3 വരും, 2 വരും. ഓക്കെ, ഒറിജിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ 1ത്തെ വാല്യൂ 0 ആണ്, ഇവിടുത്തെ 3 2 ആണ്. അപ്പോൾ -2, -3, -4, -5 എന്നാണ് കാരണം വാല്യൂസ് ഉണ്ടാവുക. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുക, 5/2, 2, 3/2 1. ഒറിജിനത്തെ വാല്യൂ 0, -1, -3/2, -2, -5/2. ഓടാണോ, ഒറിജിൻ ഇവിടെ ഉണ്ട്, ഇവിടുത്തെ മൈനസ് ആണ്, ഇവിടുത്തെ പ്ലസ് ആണ്, ഇവിടുത്തെ മൈനസ് ആണ്, ഇവിടുത്തെ പ്ലസ് ആണ്. -+, ഓക്കെ, ഇതും തന്നെ കോഡ് സിഗ്നലാണ്. ഇത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആരോ മാർക്ക് തന്നിട്ടില്ലെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്, ഇതാണ് ഇതിൻ്റെ ഒറിജിൻ മനസ്സിലാക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക.